താരസംഘടന അമ്മയിലെ ചേരിപ്പോര് കൊടുമ്പിരി കൊള്ളവെ ഗുരുതരാരോപണങ്ങളുമായി ശ്വേതാ മേനോൻ. ജനറൽ ബോർഡിൽ സിദ്ദിഖും ബാബുരാജും ഉൾപ്പെടെയുള്ളവർ തന്നെ ഹീനമായി അവഹേളിച്ചു എന്ന ആരോപണം. അവർ പറഞ്ഞത് മറ്റൊരു സ്ത്രീയും കേട്ടുനിൽക്കില്ല. താൻ BJP-യിൽ നിന്ന് പണം വാങ്ങിയെന്നാരോപിച്ച ബാബുരാജിനെ കോടതിയിൽ കാണുമെന്നും രമേശ് പിഷാരടിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ശ്വേത പറയുന്നു. ബാബുരാജിന്റെ കാലത്തെ വരവ് ചെലവ് കണക്കുകൾ ശരിയല്ലെന്നും ആരോപിക്കുന്നുണ്ട്. അതേസമയം നിരപരാധിത്വം തെളിയിക്കാൻ രാജിവെക്കേണ്ടി വരുമെന്ന് രമേശ് പിഷാരടി ശ്വേതയോട് പറയുന്നു. സംഭാഷണത്തിലേക്ക് അത് പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, ഇവരെല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയും ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം നമുക്ക് ഇതിനൊന്നും നമ്മൾ ജനറൽ ബോഡി അംഗീകരിക്കൂല ആദ്യം തുടങ്ങി. പിന്നെ ബാബുരാജേട്ടൻ്റെ ഓരോ വാക്കുകൾ, സിദ്ദിഖാൻ്റെ ഓരോരോ വാക്കുകൾ, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത്. അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? മറ്റേ എത്രയോ ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സഹോദരൻ അമ്മയിൽ വെച്ച് പറഞ്ഞോ, എന്റെ വീട്ടിൽ വെച്ചോ, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നടത്തിയിട്ടുണ്ട്, നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വിഷയം, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് കണക്കന്വേഷിച്ചാൽ ഇതിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വരും. ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി അഖില CPM കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമും ചേരുകയാണ്. ആദ്യം അഖിലയിലേക്കാണ്. അഖില, അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ശ്വേതാ മേനോൻ രമേശ് പിഷാരടിക്ക് നൽകിയുള്ള ഈ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അതായത് മനസ്സിലാക്കേണ്ടത് ഈ താരസംഘടന ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുള്ളതുമായതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് തമ്മിലടി നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലിറ്ററലി അടി തന്നെയാണ് എന്ന് അനൂപ് ചന്ദ്രൻ്റെ പേരടക്കം എടുത്ത് പറയുമ്പോൾ സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങിയ ഈ അമ്മ സംഘടനയിൽ ഈ കാലയളവിൽ സജീവമായി നിൽക്കുന്ന ഏതാണ്ട് 10ഓളം പേരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട് ഈ ഓഡിയോ സന്ദേശത്തിൽ ശ്വേതാ മേനോൻ. അഖില, തീർച്ചയായും അരണ്യ അങ്ങനെ തന്നെയാണ്. അതായത് വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ ജനറൽ ബോഡി യോഗത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ജൂൺ 21 നടന്ന ജനറൽ ബോഡിയിൽ തനിക്കെതിരെ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായത് അശ്ലീല പരാമർശമാണ്. തൻ്റെ പേരിൽ അവിടെ കയ്യാങ്കളി നടന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പങ്കുവയ്ക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള രമേശ് പിഷാരടിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. അതായത് ജൂൺ 21 ജനറൽ ബോഡി നടക്കുന്നു. ജനറൽ ബോഡി മറ്റംഗങ്ങളെ
അഭിസംബോധന ചെയ്യാൻ പോലും തന്നെ അവിടെയുള്ളവർ സമ്മതിച്ചില്ല. അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തനിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ, തനിക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ, അസഭ്യവർഷം നടത്തുകയായിരുന്നു അമ്മയിലെ അംഗങ്ങൾ എന്നുള്ളൊരു ഗുരുതര വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ നടത്തുന്നത്. പേരെടുത്ത് പറയുന്നുണ്ട്. ബാബുരാജ്, സിദ്ദിഖ്, മാലാ പാർവതി, സുരേഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ തിരിഞ്ഞു. ഒരു സ്ത്രീയും കേട്ടു നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. തനിക്കിതൊന്നും കേട്ടു നിൽക്കാനുള്ളൊരു തൊലിക്കട്ടി ഉണ്ടായതുകൊണ്ടല്ല, അമ്മാസ് എന്ന് പറയുന്ന സംഘടനയെ ആലോചിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്രമക്കേടുകൾ പുറത്തെത്തിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ അവിടെ നിന്നത്. ഒരിക്കലും ഒരു സ്ത്രീക്കും കേട്ടു നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് ശ്വേതാ മേനോൻ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല അസഭ്യവർഷം മാത്രമല്ല, അശ്ലീല പരാമർശങ്ങൾ മാത്രമല്ല, അവിടെ കയ്യാങ്കളിയും ഉണ്ടായി എന്നുള്ളൊരു ഗുരുതര വെളിപ്പെടുത്തൽ കൂടി ശ്വേതാ മേനോൻ നടത്തുന്നു. അതായത് തനിക്ക് അനുകൂലമായി കൊല്ലം തുളസി സംസാരിച്ചു. പക്ഷേ കൊല്ലം തുളസിയുടെ കയ്യിൽ നിന്ന് സിദ്ദിഖ് മൈക്ക് പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അനൂപ് ചന്ദ്രനും തനിക്ക് അനുകൂലമായി സംസാരിച്ചു. പക്ഷെ അവരെ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. മല്ലിക സുകുമാരൻ തനിക്ക് അനുകൂലമായി സംസാരിക്കാൻ മുതിർന്നു. പക്ഷേ മല്ലിക സുകുമാരനെയും നിശബ്ദയാക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. സംഘടനയ്ക്കുള്ളിൽ സ്ത്രീകൾ നയിക്കുമ്പോഴും സംഘടനയ്ക്കുള്ളിൽ സ്ത്രീകൾക്ക് ശബ്ദമില്ലാത്തൊരു സംഘടനയായി അമ്മ മാറി എന്നുള്ളൊരു ഗുരുതര ആരോപണം കൂടി ശ്വേത പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല ബാബുരാജിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പങ്കുവെക്കുന്നു. അതായത് താൻ BJP-യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളൊരു ആരോപണത്തിന് താൻ കോടതിയിൽ പോകും, ബാബുരാജിനെതിരെ കേസ് കൊടുക്കും എന്നുള്ളൊരു വ്യക്തമായ സൂചന തന്നെയാണ് ഇന്ന് ഫോൺ സംഭാഷണത്തിൽ ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. ഈ അഡ്ഹോക് കൺവീനറായിട്ടുള്ള രമേശ് പിഷാരടിക്കൊപ്പമുള്ള ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ടുള്ളത്. രമേശ് പിഷാരടിയോട് ഉപദേശം തേടുമ്പോൾ തന്നെ സംഘടനയ്ക്കുള്ളിൽ ശ്വേത നിരന്തരം പറയുന്നത് ഒരു 44 മിനിറ്റുള്ള ഓഡിയോ സംഭാഷണമാണ്. അതിൽ ശ്വേത നിരന്തരം പറയുന്നുണ്ട് തനിക്ക് നിരപരാധിത്വം തെളിയിക്കണം. താൻ അകത്ത് നിന്ന്, അതായത് അഡ്ഹോക് കമ്മിറ്റി അമ്മയുടെ ബൈലോ പ്രകാരമല്ല, അതിന് ഒരു നിയമാനുസൃതം ഇല്ല നിലവിൽ. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടത്. അതുകൊണ്ട് നിലവിലുള്ള ഭരണസമിതി തന്നെയാണ് നിയമപരമായി ഒരു അധികാരമുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ 44 മിനിറ്റുള്ള ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്വേത, നമുക്കറിയാം, ഫേസ്ബുക്കിലൂടെയും ഇക്കാര്യമാണ് വെളിപ്പെടുത്തിയിരുന്നത്. താൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കും, ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് കരുതിയാണ്. പക്ഷെ തനിക്കെതിരെയും വലിയ രീതിയിലുള്ള, തൻ്റെ അന്തസ്സിന് നിരക്കാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് മാധ്യമങ്ങളിലും മറ്റുള്ളവരും നടത്തുന്നത്. അതുകൊണ്ട് പ്രതികരിച്ച് അടങ്ങൂ എന്നുള്ളൊരു കാര്യമാണ് ശ്വേതാ മേനോൻ ഇന്നലെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്ന അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഈ ഫോൺ സംഭാഷണത്തിലും വ്യക്തമാക്കുന്നത്. അപ്പോൾ രമേശ് പിഷാരടി നൽകുന്ന ഒരു ഉപദേശം, ഒരിക്കലും സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അമ്മയുടെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കില്ല, അതിന് രാജിവെച്ചേ മതിയാകൂ എന്നുള്ളൊരു ഉപദേശമാണ് രമേശ് പിഷാരടി നൽകുന്നത്. മാത്രമല്ല ഈ ഫോറൻസിക് ബാബുരാജിന്റെ കാലത്ത് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് അവിടെ നടത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി ഫോൺ സംഭാഷണത്തിലൂടെ ശ്വേത പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ബാബുരാജിനെതിരെയും സിദ്ദിഖിനെതിരെയും അമ്മയിലെ മറ്റംഗങ്ങൾക്കെതിരെയും ഉയരുന്നത്. ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ സാധിക്കാത്ത രീതിയിൽ സംഘടന മാറിയിരിക്കുന്നു. താൻ നിരപരാധിത്വം തെളിയിച്ചേ അടങ്ങൂ, അല്ലെങ്കിൽ തെളിയിച്ചതിന് ശേഷം മാത്രമേ പിന്മാറുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ഈ ഫോൺ സംഭാഷണത്തിൽ ശ്വേത വ്യക്തമാക്കുന്നത്. അരുണ്യ, അഖില CP വിവരങ്ങൾ നൽകിയതിന്